നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സൂംബ എന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടപ്പിലാക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന എതിർപ്പുകളും ഇന്ന് അനുദിനം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ. കൊളംബിയൻ ഡാൻസറും കൊറിയോഗ്രാഫറുമായ ആൽബർട്ടോ ബെറ്റോ പെരസ് ആണിത് 1990കളിൽ വികസിപ്പിച്ചത്. ഒരു ക്ലാസ് എടുക്കുവാൻ പോയപ്പോൾ സാധാരണ കൊണ്ടുപോകുന്ന സംഗീതം എടുക്കുവാൻ മറന്നുപോയി. അപ്പോൾ തൻ്റെ കാറിലുണ്ടായിരുന്ന ലാറ്റിൻ സംഗീതത്തിൻ്റെ ടേപ്പുകൾ ഉപയോഗിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു. അങ്ങനെയാണ് സൂംബ എന്ന ആശയം യാദൃശ്ചികമായി പിറവിയെടുത്തത്. ഇത് സാധാരണ വ്യായാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ലളിതവും രസകരവുമാണ്. ലാറ്റിൻ അമേരിക്കൻ നൃത്തശൈലികളായ സാൽസ, മെറംഗെ, കുംബിയ, റെഗട്ടൺ തുടങ്ങിയ താളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചടുലമായ ചുവടുകളും എയറോബിക് വ്യായാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. നൃത്തം ചെയ്യുന്നതിലൂടെ കലോറി എരിച്ചു കളയുവാനും ശരീരം ടോൺ ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. 1 മണിക്കൂർ സുംബ ക്ലാസ്സിലൂടെ 600 കലോറിക്ക് മുകളിൽ എരിച്ചു കളയുവാൻ സാധിക്കും എന്ന് പറയപ്പെടുന്നു. ഇത് ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. സുംബയിലെ ചുവടുകൾ കൈകൾ, കാലുകൾ, വയർ, പുറം തുടങ്ങി ശരീരത്തിലെ മിക്കവാറും എല്ലാ പേശികളെയും ചലിപ്പിക്കുന്നു. ഇത് ശരീരം ടോൺ ചെയ്യുവാൻ സഹായിക്കുന്നു. സുംബ ഒരു കാർഡിയോ വ്യായാമമാണ്. ഇത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നൃത്തം ചെയ്യുന്നത് എൻഡോർഫിനുകൾ പുറത്തുവിടുന്നതിന് സഹായിക്കുന്നു. ഇത് സന്തോഷം നൽകുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. കൈകളും കാലുകളും ഒരേ സമയം വ്യത്യസ്ത ദിശകളിൽ ചലിപ്പിക്കുന്നത് ഏകോപനശേഷി വർദ്ധിപ്പിക്കുന്നു. പതിവായുള്ള സൂംബ പരിശീലനം വഴി ശരീരത്തിൻ്റെ സ്ഥിരതയും മെയ്വഴക്കവും മെച്ചപ്പെടുത്തുന്നു. സുംബ ക്ലാസുകൾ സാധാരണയായി ഗ്രൂപ്പുകളായിട്ടാണ് നടത്താറുള്ളത്. ഇത് വ്യായാമം കൂടുതൽ രസകരവും പ്രചോദനം നൽകുന്നതുമായി മാറ്റുന്നു. സുംബ ക്ലാസുകളിൽ വിവിധ സംഗീതങ്ങളോടൊപ്പം ലളിതമായ നൃത്തച്ചുവടുകൾ ആവർത്തിച്ച് ചെയ്യുന്നു. ഇതിലൂടെ ശരീരത്തിന് മുഴുവൻ വ്യായാമം ലഭിക്കുകയും മാനസിക സംഘർഷം കുറയ്ക്കുകയും ചെയ്യുന്നു. സന്തോഷവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജിമ്മിലും സ്കൂളുകളിലും ഇന്ന് സുംബ വളരെ ജനപ്രിയമാണ്. ഒറ്റക്കെട്ടായി ചെയ്യാവുന്ന, പ്രായഭേദമില്ലാതെ എല്ലാവർക്കും അനുയോജ്യമായ ഒരു ഫിറ്റ്നസ് രീതി കൂടിയാണ് സുംബ. സുംബ എന്നത് പൂർണ്ണമായും ഒരു ഡാൻസ് അല്ല, ഡാൻസ് മൂവ്മെൻറ്റുകൾ ഉപയോഗിച്ചുള്ള ഒരു ഫിറ്റ്നസ് എക്സസൈസാണത്. അതായത് ഫിറ്റ്നസ് ഫോമിലാണ് മൂവ്മെൻറ്റുകൾ ചെയ്യുന്നത്. ഡാൻസ് ചെയ്യുന്നത് ബോറടിക്കാതിരിക്കാൻ മാത്രമാണ്. എയറോബിക്സ് പോലുള്ള ഫിറ്റ്നസ് വർക്കൗട്ടുകളേക്കാൾ ലളിതവും രസകരവുമാണ് സുംബ. പാട്ടുകൾക്കനുസരിച്ച് ചുവടുകൾ ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ ശരീരത്തിന് മുഴുവൻ വ്യായാമം ലഭിക്കുന്നു. സുംബയിൽ ഫാസ്റ്റ് മൂവ്മെൻറ്റുകളും ഇടയ്ക്ക് ചെറിയ ബ്രേക്കുകളും ഒഴികെ തുടർച്ചയായ എക്സസൈസാണത്. ഇത് കാർഡിയോ, സ്റ്റാമിന, ഫ്ലെക്സിബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്തുന്നു. മറ്റ് ഫിറ്റ്നസ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി സൂംബ വളരെ ലളിതവും എല്ലാവർക്കും പഠിക്കുവാൻ എളുപ്പവുമാണ്. സൂംബ ക്ലാസുകൾ സാധാരണയായി 45 മുതൽ 60 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. ഒരു ഇൻസ്ട്രക്ടർ നയിക്കുന്ന നൃത്തച്ചുവടുകൾ ഉപയോഗിച്ച് പ്രത്യേക കോർപ്പോഗ്രാഫി പഠിക്കേണ്ട ആവശ്യമില്ലാതെ എല്ലാവർക്കും എളുപ്പത്തിൽ പങ്കെടുക്കുവാനാവും. ഇത് തുടക്കക്കാർക്കും പരിചയസമ്പന്നരായ ആളുകൾക്കും ഒരുപോലെ ആസ്വാദകരമാണ്. ലാറ്റിൻ നൃത്തരീതികളും കാർഡിയോ മൂവ്മെൻറ്റുകളും ചേർന്നതാണ് സൂംബയുടെ പ്രധാന സവിശേഷത. സൂംബ എന്ന പേര് സ്പാനിഷ് വാക്കായ സൂപ്പർ എന്നതിൽ നിന്നുമാണ് വന്നത്. അതിൻ്റെ അർത്ഥം വേഗത്തിൽ നീങ്ങുക അല്ലെങ്കിൽ ഉല്ലസിക്കുക എന്നാണ്. 2001 ബെറ്റോ, ആൽബർട്ടോ പേൾമാൻ, ആൽബർട്ടോ അഗിയോൺ എന്നിവർ ചേർന്ന് സുംബ ഫിറ്റ്നസ് LLC എന്ന കമ്പനി സ്ഥാപിച്ചു. ഇത് സുംബയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റി. സുംബ ഫിറ്റ്നസ് പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക പരിശീലനവും സർട്ടിഫിക്കേഷനുകളും ആരംഭിച്ചു. ഇൻസ്ട്രക്ടർമാർക്ക് പരിശീലനം നൽകുന്നതിനായി സുംബ അക്കാദമി രൂപീകരിച്ചു. ഡിവിഷനുകൾ, വീഡിയോ ഗെയിമുകൾ, വസ്ത്രങ്ങൾ, സംഗീത ശേഖരണങ്ങൾ എന്നിവയിലൂടെ സുംബ ഒരു ജനപ്രിയ ഫിറ്റ്നസ് നൃത്തശൈലിയായി മാറി. ഇന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി 15 ദശലക്ഷത്തിലധികം ആളുകൾ ആഴ്ചതോറും സൂംബ ക്ലാസുകളിൽ പങ്കെടുക്കുന്നതായാണ് വിവരങ്ങൾ. സൂംബയുടെ വിജയത്തിന് കാരണം അതിൻ്റെ ലളിതവും ആസ്വാദകരമായ സ്വഭാവവുമാണ്. ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഫിറ്റ്നസ് ലെവലുകൾക്കും വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.